നമസ്കാരം. മാംഗ്ലൂരിൻ്റെ സ്വന്തം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായ നീർദോശയാണ് ഇന്ന് അമ്മ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾക്കും ഇത് വളരെ ഫേവറേറ്റ് ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് കേട്ടോ. നീർദോശയ്ക്ക് വളരെ സൂപ്പർബായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? ചിക്കൻ ഗീ റോസ്റ്റ്. അപ്പോൾ ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി ഇതിന് പുറമേ തന്നെ അമ്മ ഇടുന്നതായിരിക്കും. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ നിങ്ങളും ഒപ്പം ഉണ്ടാകണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാലോ അല്ലേ? ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ അമ്മയുടെ ഈ നീർദോശയുടെ റെസിപ്പി കണ്ടിട്ട് മടങ്ങിയെത്താം. ഒരു 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അധികം പശപ്പില്ലാത്ത നല്ല ക്വാളിറ്റി നോക്കി ഏതെങ്കിലും പച്ചരി എടുത്താലും മതിയാവും. സോന മസൂരി റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, പച്ചരിയുടെ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ ഓവർനൈറ്റ് ഞാൻ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി കൂടാതെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നീർദോശ എന്ന് പറയുമ്പോൾ തേങ്ങ ചേർത്തല്ല സാധാരണ അരയ്ക്കുന്നത്, വെള്ളം ചേർത്ത് അരയ്ക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരയ്ക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. 1 കപ്പിന് ഒരു 2 ടേബിൾ സ്പൂൺ എന്ന കണക്കിന് 2 കപ്പ് റൈസിന് ഞാൻ 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ ബ്രൗൺ ഭാഗമൊക്കെ മാറ്റിയ ശേഷം വെള്ള ഭാഗം മാത്രം ഞാൻ മാറ്റി എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നീർദോശയ്ക്ക് നല്ലൊരു കളറ് കിട്ടും. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വേണം. മിക്സിയുടെ ഒരു വെറ്റ് ജാറിലേക്ക് ആദ്യം അരി അങ്ങ് ചേർത്ത് കൊടുക്കാം, തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇതിനി കൂടുതൽ വെള്ളം ചേർത്ത് നല്ല നേർമയാക്കി നമുക്ക് എടുക്കണം. ഒരു പാലിൻ്റെ പരുവത്തിൽ ഈ ബാറ്ററാക്കി കിട്ടണം. അതാണ് നമ്മുടെ നീർദോശയുടെ ബാറ്ററിൻ്റെ പരുവം എന്ന് പറയുന്നത്. വെള്ളം പോലെ ഇരിക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു പാലും വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാറ്റർ ഫെർമെൻ്റ് ആക്കാനൊന്നും വെക്കണ്ട, അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നീർദോശ ചുട്ടെടുക്കാം. ഇതുപോലെ വൈഡായിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഞാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ ഇത്രയും പൊക്കം ഇല്ലാതെ കുറച്ച് പൊക്കമുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ ഈസി ആയിരിക്കും. പാനിപ്പം നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മാവ് ഒന്ന് അടി കൂട്ടി ഇളക്കിയ ശേഷം ഇതിലേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്നതും സ്പ്രെഡ് ആക്കുന്നതും എല്ലാം ഉടനെ തന്നെ ചെയ്യണം. വലത്തെ കൈ കൊണ്ട് മാവ് ഒഴിക്കുകയും ഇടത്തെ കൈ കൊണ്ട് ആ ദോശയുടെ മാവ് അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുകയും ചെയ്താൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് പാനിലേക്ക് പിടിച്ചു പോകും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ചെറിയ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിഡ് കൊണ്ടൊന്ന് അടച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ പുറത്തൊന്നും പച്ചമാവ് ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ദോശ റെഡി ആയെന്നുള്ളതുകൊണ്ടാണ് എൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പതുക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് മറ്റു ദോശ പോലെ നമുക്കിങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ദോശയല്ലേ, അപ്പം ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം വീണ്ടും ഒന്നും കൂടി മടക്കുക. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. 2-3 ദോശ കൂടി ഞാനൊന്ന് ചുട്ട് കാണിക്കാം. ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാവ് ഒഴിച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. വലത്തെ കൈ കൊണ്ട് ആ മാവ് കൂട്ടി ഇളക്കി ഒഴിച്ച ശേഷം ഇടത്തെ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് സ്പ്രെഡാക്കി എടുക്കണം. ആ ദോശയുടെ കളറൊക്കെ ഒന്ന് വെന്ത ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അങ്ങ് മടക്കിയെടുക്കാം. ദോശ അതിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു 6 ദോശ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റ് ദോശ പോലെ ഇത് ഒന്നിൻ്റെ പുറത്തായിട്ടൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കും. കുറച്ച് ഒരു പശപ്പ് വരും ഇതിന്.
പക്ഷേ കുറച്ച് ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചൂടോടെ ആകുമ്പോൾ പെട്ടെന്ന് ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒന്ന് മാറ്റി 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 വേണം ദോശ വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി അതെങ്കിൽ നിങ്ങൾക്ക് മുട്ട റോസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ല ഇതൊരു മാംഗ്ലൂർ സ്പെഷ്യാലിറ്റി ആണെന്ന്. അപ്പോൾ മാംഗ്ലൂരിലൊക്കെ അതിനൂടെ ചിക്കൻ ഗീ റോസ്റ്റ് അവിടെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഡിന്നറിനൊക്കെ ആണെങ്കിൽ ഈ നീർദോശയും ചിക്കൻ ഗീ റോസ്റ്റും ഒക്കെ കുറച്ചും കൂടി നന്നായിരിക്കും. ഇതൊരു കർച്ചീഫ് പോലെയല്ലേ നമ്മൾ മടക്കിയെടുക്കുന്നത്, ഒരു കർച്ചീഫ് പോലെ തിന്നാണ് ഈ ദോശ എന്ന് പറയുന്നത്. വളരെ മൈൽഡായിട്ടുള്ള ആ കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ അരി ഇട്ടിരുന്നാൽ രാവിലെ തന്നെ അരച്ചപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ എന്തായാലും ഒരെണ്ണം ഒന്ന് കഴിച്ച് നോക്കട്ടെ. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഈ ചട്നിയും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ ഡിന്നറിനൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കണം. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങൾ അത് ഞങ്ങളുടെ റെസിപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കറി വിത്ത് അമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.